ഞാൻ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ മിസ്റ്റേക്കുകളിൽ ഒന്നായിരുന്നു. അതായത് മണി റിലേറ്റഡ്. ഏറ്റവും വലിയ മിസ്റ്റേക്കാണ് പഠിത്തമെല്ലാം കഴിഞ്ഞ് ജോലിയെല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ സേവിങ്സ് എന്ന് പറഞ്ഞ കാര്യത്തിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാതിരുന്നത്. അതായത് ഇനിയും സമയമുണ്ടല്ലോ, ഐ ക്യാൻ, അതായത് ഇനിയും സേവ് ചെയ്യാം എന്നുള്ളൊരു മെന്റാലിറ്റി ആയിരുന്നു എപ്പോഴും. ഇപ്പോൾ ഒരു 5 വർഷം ജസ്റ്റ് ഒന്ന് പുറകോട്ട് പോകാൻ പറ്റിയായിരുന്നെങ്കിൽ ഈ മിസ്റ്റേക്ക് ഞാൻ ഒരിക്കലും ചെയ്യില്ലായിരുന്നു. അന്ന് ശരിക്കും മ്യൂച്വൽ ഫണ്ടോ അതേപോലെ എമർജൻസി ഫണ്ടൊന്നും എന്താണ് എന്ന് പോലും സത്യം പറഞ്ഞാൽ അറിയില്ലായിരുന്നു. അങ്ങനെ ഒരു എഡ്യൂക്കേഷൻ നമുക്ക് കിട്ടിയിട്ടില്ല. എനിക്കൊന്നും നമ്മുടെ ആ ഒരു ജനറേഷന് അങ്ങനെ ഒരു എഡ്യൂക്കേഷൻ കിട്ടിയിട്ടില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചോളം എൻ്റെ അമ്മയൊക്കെ എപ്പോഴും പറയുമായിരുന്നു, ഇത്ര സാലറി കിട്ടിയാൽ ഇത്ര സേവ് ചെയ്യണം, ഇത്ര സേവ് ചെയ്യണം. കാരണം എൻ്റെ അച്ഛനൊക്കെ ഗവൺമെന്റ് എംപ്ലോയി ആയിരുന്നു. അതുകൊണ്ട് ഒരു ഫിക്സ്ഡ് സാലറിയിലായിരുന്നു ഫാമിലി എല്ലാം എപ്പോഴും ഞാനൊക്കെ വളർന്നു വന്നത്. സോ ആ ഒരു സാലറിയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് മാത്രം ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. സോ പക്ഷെ അതിലും ആ ഒരു സാലറിയിലും അമ്മ അച്ഛനൊക്കെ കറക്റ്റായിട്ട് സേവ് ചെയ്ത് എല്ലാ കാര്യങ്ങളും നോക്കിയാണ് നമ്മളെ പഠിപ്പിച്ചത്. പക്ഷെ ഞാനൊക്കെ ജോലി കിട്ടി തുടങ്ങി പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ എല്ലാവരും ഈ സജഷൻസ് ഒക്കെ തന്നിട്ടുണ്ട്. സത്യം പറഞ്ഞ വീട്ടിൽ നിന്ന് ആ ഒരു എഡ്യൂക്കേഷൻ കിട്ടിയിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞെങ്കിലും അതെനിക്ക് തോന്നുന്നു കംപ്ലീറ്റ്ലി ട്രൂത്ത് അല്ല. പക്ഷെ ഒരിക്കലും ഇത് സീരിയസ് ആയിട്ട് എടുത്തിരുന്നില്ല. ഇപ്പോ ഒരു 30 വയസ്സൊക്കെ ആയപ്പോഴാണ് ഒരു എമർജൻസി ഫണ്ടിന്റെ ഒക്കെ ഇമ്പോർട്ടൻസ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പൊ ഇപ്പൊ ഒരു 24-25 വയസ്സ് ഉള്ളവർക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ സേവ് ചെയ്ത് തുടങ്ങേണ്ട സമയമായിരിക്കും ഇപ്പോ. ആയിരിക്കുന്നല്ല, ആണ്. ഒരൊറ്റ എമർജൻസി വന്നാൽ മതി, നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സേവിങ്സ് അതും പോയി കിട്ടും. ഇനി അതും ഇല്ലെങ്കിൽ വേറെ അടുത്ത സ്ഥലത്തുനിന്ന് പൈസ മേടിക്കേണ്ടി വരും ഒരൊറ്റ എമർജൻസി വന്നാൽ. അതുകൊണ്ട് എമർജൻസി ഫണ്ടെല്ലാം നേരത്തെ സ്റ്റാർട്ട് ചെയ്യാതിരുന്നത് ഞാൻ ശരിക്കും ഇപ്പൊ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. സോ മണിയുടെ കേസ് വരുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ റിഗ്രറ്റും മിസ്റ്റേക്കും ഇത് തന്നെയായിരുന്നു. അതിൻ്റെ ഒപ്പം ഇപ്പോഴും എനിക്ക് ഔട്ട് ഓഫ് കൺട്രോൾ എല്ലാം തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇമ്പൾസീവ് ആയിട്ടുള്ള സ്പെൻഡിങ് ആണ്. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും മേടിക്കണമെങ്കിൽ പുറത്തേക്ക് പോകണ്ടല്ലോ, സെപ്റ്റോ, ഇൻസ്റ്റാമാർട്ട്, ബ്ലിങ്കിറ്റ്, അതുപോലെ എന്താ കിട്ടാത്ത ഓൺലൈനിൽ അപ്പൊ തന്നെ മേടിക്കുന്നു, ഓർഡർ ചെയ്യുന്നു. പല സമയത്തും ഒരു സാധനം മാത്രം ഓർഡർ ചെയ്യാൻ പറയാലോ, അതിന്റെ എക്സ്ട്രാ ചാർജും വരും. അപ്പൊ ഞാൻ വേറെ എന്തെങ്കിലും ഉണ്ടോ മേടിക്കാനെന്ന് ആലോചിക്കുക പോലും ചെയ്യാണ്ട് പെട്ടെന്ന് ഇത് മാത്രം ഓർഡർ ചെയ്യും. അങ്ങനത്തെ ഇമ്പൾസീവ് ആയിട്ടുള്ള സ്പെൻഡിങ് ഞാൻ കഴിഞ്ഞ ഒരൊറ്റ ആഴ്ച, ഒരു 8-9 ദിവസം മാത്രം ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത്, എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റിയില്ല. സെപ്റ്റോയില് മോർ ദൻ 5,000 റുപ്പീസ് ആണ് സ്പെൻഡ് ചെയ്തേക്കുന്നത്. ഗ്രോസറി ആണ് അതിന്റെ മെജോറിറ്റി. ബട്ട് ഇത്രയും പൈസ ഒരാഴ്ച അല്ലെങ്കിൽ 1.5 ആഴ്ച കൊണ്ട് സ്പെൻഡ് ചെയ്യാന്ന് വെച്ചാൽ അബ്നോർമൽ എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. സോ ഇവിടെ ഞാൻ കുറച്ച് ഇങ്ങനത്തെ കാര്യങ്ങൾ എഴുതി വെച്ചായിരുന്നു. സോ അതൊരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ റിഗ്രറ്റ് ആയിട്ട് ഇപ്പോഴും മനസ്സിലുണ്ട്. എന്നാൽ ഞാൻ ഈ വീഡിയോ ഇവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ ഇപ്പോഴും അത് എങ്ങനെ ടാക്കിൾ ചെയ്യണമെന്ന് ഫിഗർ ഔട്ട് ചെയ്തിട്ടില്ല. സോ പ്രീച്ചിങ് ഈസ് നോട്ട് മൈ ഇന്റൻഷൻ. ആ പ്രീച്ച് ചെയ്യുന്നത് പ്രാക്ടീസ് ചെയ്യാൻ ഞാൻ ആളല്ല. സോ അതുകൊണ്ട് പ്രീച്ച് ചെയ്യാൻ എനിക്ക് പറ്റില്ല. എൻ്റെ മിസ്റ്റേക്ക് മാത്രമാണ് ഞാൻ പറയുന്നത്, അല്ലാതെ അതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യാം എന്നല്ല. ഞാൻ സേവിങ്സ് തുടങ്ങിയിട്ടേ ഉള്ളൂ. സോ ഏർലി സ്റ്റേജിലുള്ളവർക്ക് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ മേ ബി ദിസ് വുഡ് ബി ഹെൽപ്ഫുൾ. ദാറ്റ്സ് ഓൾ.